എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിൽ കേരള ഹിസ്റ്ററിയുടെ 4ാമത്തെ ക്ലാസ് ആണ്. അതേപോലെ VFA, ബെവ്കോ, LD ഒക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മുടെ ഓൾഡ് SCRTയും ന്യൂ SCRTയും 2021 മുതൽ 2025 വരെ കേരള PSC നടത്തിയിട്ടുള്ള എക്സാമുകൾ ചോദിച്ച കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു, ആ ചോദ്യങ്ങൾ മുഴുവൻ, കാരണം LGS നിലവാരത്തിലും 10th നിലവാരത്തിലും +2 നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും ഒക്കെ 2021 മുതൽ 25 വരെ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ, കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്നും ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ എക്സാമിന്റെ തലേ ദിവസം വരെ എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് തരും. അതേപോലെ ഓൾഡ് SCRTയിലുള്ള കേരള ഹിസ്റ്ററിയിലുള്ള ചാപ്റ്ററുകളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ ലെസൺ അരിച്ചു പെറുക്കിയിട്ട് നോട്ടുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ കേരള ഹിസ്റ്ററി പഴയ SCRT ഉണ്ടാവും, പുതിയ SCRT ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തരും, കേരള ജോഗ്രഫിയിൽ നിന്ന് തരും, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് തരും, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തരും. അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള, ഞാൻ ഓർഡറായിട്ട് ഇവിടെ ഈ കാര്യങ്ങൾ 3 തരും കേട്ടോ. ന്യൂ SCRT, അതുപോലെ ഓൾഡ് SCRT, പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ടോപ്പിക് വൈസ് ആയിട്ട്. ബാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ, നിങ്ങൾക്ക് എന്താണോ രീതി അത് തരാം. ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ക്ലാസ്സുകൾക്കായിരിക്കണം. എന്നിട്ട് നിങ്ങൾ, കാരണം ഡെയിലി നമ്മൾ ഒരു അരമണിക്കൂറിൽ ഞാൻ ഇതിന് തരുന്നുള്ളൂ. അപ്പോൾ ആ അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വർക്കൗട്ട് ചെയ്ത ശേഷം മറ്റുള്ള സമയങ്ങളിൽ കറണ്ട് അഫെയർ നോക്കുക, അതേപോലെ മാത്സ് ചെയ്ത് നോക്കുക കേട്ടോ. മാത്സ് ചെയ്ത് നോക്കുക. പിന്നെ ഗൈഡുകൾ ഉണ്ടെങ്കിൽ, പിന്നെ ഗൈഡാണല്ലോ നമുക്ക് വായിക്കാനുള്ളത്. കാരണം SCRT മുന്നിലെത്തി, പ്രീവിയസ് ക്വസ്റ്റ്യൻ മുന്നിലെത്തി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, മാസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ കേരള ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് കേരള ഹിസ്റ്ററിയിൽ ഗൈഡിൽ അങ്ങനെ എന്താണ് ഐക്യകേരള പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. പക്ഷേ ഇമ്പോർട്ടൻ്റ് ഇതിനായിരിക്കണം കൂടുതൽ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് പോകണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ നമ്മൾക്ക് സാഹചര്യങ്ങൾ, ഇപ്പോൾ ഒരു ദിവസം ക്ലാസ് എടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിൽ നമ്മളത് ചെയ്യാനുള്ള ടെൻഡൻസി എവിടെ വരുന്നത്, നിങ്ങളുടെ മെസ്സേജുകളിലൂടെയാണ്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടെ. നമുക്ക് കേരള ഹിസ്റ്ററി പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ജോഗ്രഫിയിലേക്ക് കിടക്കാം. കേരള ജോഗ്രഫി കിടക്കാം, എന്നിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്യുക, ഇന്ത്യൻ ജോഗ്രഫി ചെയ്യുക. ഓക്കെ, അങ്ങനെ ഹിസ്റ്ററിനെ എപ്പോൾ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. വേഗം ചെയ്യുക. നമുക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കാണ് നമ്മുടെ ഹിസ്റ്ററികളും ജോഗ്രഫിയൊക്കെ കഴിയും കേട്ടോ. ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ SCRT പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ കയ്യിൽ സെറ്റായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ന്യൂ SCRT. ഇപ്പൊ കുട്ടികൾ ചോദിച്ചിട്ടായിരുന്നു എടുക്കുമ്പോൾ ക്ലാസ് പറയണേന്ന് ന്യൂ SCRT കഴിഞ്ഞു കേട്ടോ. ന്യൂ SCRT നമ്മൾ 1, 2, 3 ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്തു, ന്യൂ SCRT കഴിഞ്ഞു. പഴയ SCRT സ്റ്റാർട്ട് ചെയ്തു, അതിലത്തെ ബാലൻസ് ആണ് ഇപ്പോൾ എടുക്കുന്ന ലെസൺ. നവകേരള സൃഷ്ടിക്കായി എന്ന ലെസണിലെ പകുതി എടുത്തു കഴിഞ്ഞു, അതിന്റെ ബാലൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ട് നമ്മുടെ പഴയ SCRTയിൽ നവകേരള സൃഷ്ടിക്കായിട്ട് വരുന്നുണ്ട്, അവിടെ നിങ്ങൾ നോക്കാം. മുസ്ലിം ഐക്യ സംഘം കൊടുങ്ങല്ലൂര് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സംഘടനയുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുസ്ലിം ഐക്യ സംഘം എന്നൊരു സംഘടന കൊടുങ്ങല്ലൂരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. മുസ്ലിം ഐക്യ സംഘം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, കൊടുങ്ങല്ലൂരാണ്. ആ സംഘടനയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതുപോലെ വെരി ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുസ്ലിം അൽ ഇസ്ലാം എന്ന മാസികകൾ കേട്ടോ, മാസികയാണ്. മുസ്ലിം എന്ന മാസികയും അൽ ഇസ്ലാം എന്ന മാസികയുമായിട്ടതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. സ്വദേശാഭിമാനി പത്രം ആരുടേതാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് അല്ലെ. 1910 സ്വദേശാഭിമാനി പത്രം എന്ത് ചെയ്തു, കണ്ടുകെട്ടി, അതായത് അതിനെ നിരോധിച്ചു. ഓക്കെ, പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ സ്വദേശാഭിമാനി പത്രം ആരുടേതാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. 1910 സ്വദേശാഭിമാനി പത്രം എന്ത് ചെയ്യുന്നത്, നിരോധിക്കുന്നത്. അതിന്റെ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപൻ ആരായിരുന്നു, രാമകൃഷ്ണ പിള്ളയായിരുന്നു കേട്ടോ. അതേ വർഷം തന്നെ അദ്ദേഹത്തിനെ നാടുകടത്തുകയും ചെയ്തു. എന്റെ പത്രാധിപര്, അതായത് ഈ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ ഒരു പ്രസ്താവന ഇറക്കുന്നത്. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്,
അച്ചുകൂടം എന്തിന്? ഓക്കെ, എൻ്റെ പത്രാധിപരെ കൂടാതെ, അതായത് അദ്ദേഹത്തിന്റെ പത്രാധിപനെ നാട് കടത്തി, പിന്നെ നാട് കടത്തിയും കൊണ്ട് പിന്നെ സ്വദേശാഭിമാനി പത്രം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുക എന്നത് ശരിയായ കാര്യമല്ല എന്ന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ആ ലെസണിൽ വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിനെ, അച്ചുകൂടം എന്തിനെ? ഇത് ആരുടേന്ന് ചോദിച്ചിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അപ്പൊ നമുക്കൊന്നും കൂടി റിവിഷൻ ചെയ്യാം. മുസ്ലിം ഐക്യ സംഘം എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂര് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. ആ സംഘടനയുമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹം കൊണ്ടുവന്നതല്ല കേട്ടോ, അദ്ദേഹം ആ സംഘടനയുമായിട്ട് എന്ത് ചെയ്തിട്ടായിരുന്നു? സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം എന്ന മാസികയും അൽ ഇസ്ലാം എന്ന മാസികയും ആരുടേതാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. സ്വദേശാഭിമാനി പത്രം കൊണ്ടുവന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1910 സ്വദേശാഭിമാനി പത്രത്തെ കണ്ടുകെട്ടുന്നതും പത്രത്തിന്റെ പത്രാധിപനായിരുന്നു രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിനെ നാട് കടത്തുന്നതും 1910. ഇനി എൻ്റെ പത്രാധിപരെ കൂടാതെ, ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് ആര് പറയുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്. അതേപോലെ ഇതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. നോക്കൂ, ഈ 3 കോട്ടിങ്ങും പഠിച്ചു വെക്കണം കേട്ടോ. 3ഉം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം. ആരുടേതാണ്? മൗലവിയുടെ വാക്കുകളാണ് കേട്ടോ. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറയുന്നത് മൗലവിയാണ്. അതേപോലെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാവുകയുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. ആരുടെ വാക്കാണ്? മൗലവിയുടേതാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. അപ്പൊ ഇതിലൊക്കെ കാണപ്പെടുന്നത് എന്താണ്? ഇതിലൊക്കെ പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് അല്ലെ. വിദ്യാഭ്യാസം ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസം തന്നെയാണ്. അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇതിൽ 3ലും പറയുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ്. ആരുടെ പ്രസ്താവനയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അതേപോലെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. ഇതൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. ഒന്ന് നോക്കാം. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. ഇത് ആരുടേതാണ്? മൗലവിയുടേതാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. അതേപോലെ സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഓക്കെ, നമുക്കിനി പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ചിട്ട് SSCRT കൊടുത്തിരിക്കുന്നതൊക്കെ പഠിക്കാം. നമ്മൾ കുറേ നവോത്ഥാന നായകന്മാരെ പഠിച്ചു വന്നു അല്ലേ. ഏതൊക്കെയാണ്? വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പഠിച്ചു, ചട്ടമ്പി സ്വാമികളെ പഠിച്ചു, ശ്രീനാരായണ ഗുരുവിനെ നോക്കി, അയ്യങ്കാളിയെ നോക്കി, ഇപ്പൊ നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നോക്കി, തന്നെ ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ച് നോക്കുന്നു. ഇതൊക്കെ SSCRT ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോ സാധാരണ ഇപ്പോൾ ഒരു 60 മാർക്കിന് അല്ലേ, 60 മാർക്കിന് GK ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന സമയത്ത് ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കിക്കോ. അതിൽ കാണാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ ഒരു 60 മാർക്കാണ് GK വിഭാഗത്തിൽ എങ്കിലുണ്ടല്ലോ, ഇതിൽ ഒരു 40 മാർക്കും ഏതിന്നാ വരുന്നത്? SSCRT നിന്നാണ് വരുന്നത്. ഒരു 10-12 മാർക്കോളം പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് വരും. ബാക്കി 8 മാർക്കോളമാണ് പുറത്തു നിന്നും വരുന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ ഒരു മാർക്കിന് നല്ല രീതിയിൽ ഒരു മാർക്ക് പോലും പോകാതെ നമ്മൾ ചെയ്യണം. അപ്പൊ അതാണ് ഈ 8 മാർക്കിനുള്ളതാണ് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞത്? നിങ്ങൾ ഈ ആകെ അരമണിക്കൂറല്ലേ ഒരു ദിവസം ഞാൻ ക്ലാസ് തരുന്നുള്ളൂ. ബാക്കിയുള്ള ടൈം മാത്സ് ചെയ്യുക. ഒരാഴ്ച കൊണ്ട് 1 മാസത്തെ കറണ്ട് അഫെയർ പഠിക്കുക. ഒരാഴ്ച എടുത്തിട്ട് പഠിച്ചോ. ഓക്കെ, ഒരാഴ്ച കൊണ്ട് നിങ്ങൾ 1 മാസത്തെ കറണ്ട് അഫെയർ പഠിച്ചാൽ മതി. ഒരാഴ്ചയോ ചിലപ്പോൾ ഇനി 10 ദിവസം എടുത്താലും കുഴപ്പമില്ല. 10 ദിവസം കൊണ്ട് ഒരു മാസത്തെ കറണ്ട് അഫെയർ പഠിക്കുക. അടുത്ത 10 ദിവസം കൊണ്ട് 1 മാസത്തെ എടുക്കുക. അടുത്തൊരു 10 ദിവസം കൊണ്ട് 1 മാസം എടുക്കുക. അപ്പോൾ 1 മാസം കൊണ്ട് 3 മാസത്തെ കറണ്ട് അഫെയർ പഠിക്കുക. എന്നിട്ട് ഈ 3 മാസത്തെ റിവിഷൻ ചെയ്യുക. കേൾക്കുന്നുണ്ടോ? PDF ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമുകളിലൊക്കെ മന്ത്ലി കറണ്ട് അഫെയർ കണ്ടു വരില്ലേ, അതിൽ എല്ലാം
പഠിക്കാതെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ വരാറുള്ളതാണ്. അത് മാത്രം നോട്ട് ചെയ്തിട്ട് മാറ്റുക. കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഭാരം കമ്മിയാകും കേട്ടോ. നമുക്ക് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെ കുറിച്ച് നോക്കാം. തിരുവല്ലിയിലെ ഇരവിപേരൂരിലാണ് ജനനം. തിരുവല്ലിയിലെ ഇരവിപേരൂരാണ് ജനനം. പൊയ്കയിൽ അപ്പച്ചൻ എന്ന് അറിയപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇരവിപേരൂർ വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. കുമാര ഗുരുദേവന്റെ ജനനം ഇരവിപേരൂരാണ്. ഈ അടുത്ത് നടന്ന എക്സാമിനടക്കം ചോദിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന, പ്രത്യരക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റേതാണ്. പൊയ്കയിലെ അതേപോലെ 2 തവണ ശ്രീമൂലം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 തവണ എന്നുള്ളത് 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. നമ്മൾ അയ്യങ്കാളിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് കുമാര ഗുരുദേവനാണ്. യുദ്ധവിരുദ്ധ ജാഥ അദ്ദേഹം നടത്തി. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത്. ഒന്നാം ലോക മഹായുദ്ധ കാലം പറയുമ്പോൾ 1914 to 1918 കാലഘട്ടമാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. ആ സമയത്ത് മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്കാണ് അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. എന്തായിരുന്നു ആ ജാഥയുടെ മുദ്രാവാക്യം? സമാധാനം, ലോകത്തിന് സമാധാനം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ആ ജാഥയിൽ കേട്ടോ. അപ്പൊ കുമാര ഗുരുദേവനെ കുറിച്ചിട്ട് നമ്മുടെ പഴയ SSCRT-യിൽ കിടക്കുന്ന നവകേരള സൃഷ്ടിക്കായി എന്ന ലെസണിൽ കിടക്കുന്ന പോയിന്റുകളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. എന്തൊക്കെയാണ്? തിരുവല്ലിയിലെ ഇരവിപേരൂരാണ് ജനനം. പൊയ്കയിൽ അപ്പച്ചൻ എന്ന് അറിയപ്പെട്ടു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അദ്ദേഹത്തിന്റെ സംഘടനയാണ്. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. യുദ്ധവിരുദ്ധ ജാഥ നടത്തിയില്ലേ. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ. എവിടെയായിരുന്നു? എവിടെ മുതൽ എവിടം വരെയാണ്? മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്കാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. അതിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ലോകത്തിന് സമാധാനം എന്നതായിരുന്നു മുദ്രാവാക്യം. അദ്ദേഹം ഇപ്പോ നവോത്ഥാന നായകന്മാരൊക്കെ പ്രതിഷേധങ്ങളായിരുന്നു അല്ലെ. നല്ല നല്ല കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സമരമുറകളിലൂടെയും ഒക്കെ പ്രതിഷേധിച്ച സമയത്ത് നമ്മുടെ കുമാര ഗുരുദേവന്റെ പ്രതിഷേധങ്ങൾ മുഴുവൻ എങ്ങനെയായിരുന്നു? പാട്ടിലൂടെയായിരുന്നു. അതും പ്രീവിയസ് ചോദ്യമാണ്. പ്രതിഷേധിച്ചത് എങ്ങനെയാണ്? പാട്ടിലൂടെയാണ് കേട്ടോ. അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധം എങ്ങനെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരുടെ വാക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഇതാരുടേതാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവന്റേതാണ് കേട്ടോ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു അല്ലെ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം? പാട്ടിലൂടെ പ്രതിഷേധിച്ച വ്യക്തിയാണ്. ഈ ഒരു വരി മാത്രമല്ല കേട്ടോ, കൂടുതൽ വരികളുണ്ട്. കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. പ്രതിഷേധം പാട്ടിലൂടെ അറിയിച്ച വ്യക്തിയാണ് പൊയ്കയിൽ കുമാര ഗുരുദേവൻ. ഇനി നോക്കൂ, മുൻ പിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിയിടുന്നു. ആരുടേതാണ്? കുമാര ഗുരുദേവന്റേതാണ്. മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിയിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതും കുമാര ഗുരുദേവന്റേതാണ്. വരികളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ വരികളാണ്. ഇനി വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ട് നമ്മുടെ SCRT-യിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഞാൻ തീർത്തും പറയാണ്. ഇപ്പൊ നമ്മള് പഴയ SSCRT-യിൽ ഇടയിലിടയിൽ സംസാരിക്കുമ്പോൾ ചിലവർക്കൊക്കെ ഒരു അരോചകം ഉണ്ടാവില്ല. എന്തിനാ അങ്ങനെ സംസാരിച്ച് സമയം കളയണമെന്നുള്ളത് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യങ്ങൾ പറയുമ്പോഴല്ലേ വ്യക്തത വരുള്ളൂ, അതുകൊണ്ട് പറയണം. ഇപ്പൊ നമ്മൾ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ലെസൺസ് എടുത്തു കഴിഞ്ഞു അല്ലേ. പുതിയ SSCRT-യിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എടുത്തു കഴിഞ്ഞു. അതേപോലെ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ പഴയ SSCRT-യിലെ നവകേരള സൃഷ്ടിക്കായിട്ട് എന്ന ലെസൺ ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ലെസൺസ് ഒക്കെ ഞാൻ എടുത്തു തന്നു അല്ലേ. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും, ആ ക്വസ്റ്റ്യൻ ലെസൺ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടാണ്. കാരണം ഞാൻ ഈ ലെസൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആ ലെസൺ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു പോയിന്റ് നിങ്ങൾ അവിടെ താഴെ എനിക്ക് മിസ് ഇതും പഠിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് കിട്ടില്ല. ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്നീട് കിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അത്രയും ആ ലെസൺ വായിച്ച് എല്ലാം നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ലെസനെ കുറിച്ചിട്ട് പിന്നെ ആലോചിക്കാൻ പാടില്ല. കേൾക്കുന്നുണ്ടോ? പിന്നെ ആ ലെസൺ നിങ്ങളുടെ കയ്യിൽ പക്ക
എന്താണ് സേഫ് ആണ്. ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ലെസൺ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയും. വേണമെങ്കിൽ നിങ്ങൾ ഒരു ലെസൺ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഇതിലൊന്നും ഒരു പോയിന്റും ഇല്ലല്ലോ എന്നുള്ളത് നിങ്ങൾ 100%, 110% ആത്മാർത്ഥത്തോടെ പറയും. നിങ്ങൾ ഒരു രൂപ പോലും ചെലവാക്കിയിട്ടല്ല ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു സംശയം വേണ്ട. പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. വാഗ്ബടാനന്ദനെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ. മലബാറിൽ അല്ലെ, മലബാറിലായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലബാറിൽ പ്രവർത്തനം നടത്തിയ നവോത്ഥാന നായകൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എവിടെയാണ്? മലബാറിലാണ് അല്ലെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെയൊക്കെ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് ആത്മവിദ്യാസംഘം ട്ടോ. ആത്മവിദ്യാസംഘം നമ്മളെപ്പോഴും പറയും ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ എന്ന് പഠിക്കില്ലേ? എന്തിനു വേണ്ടിയിട്ട് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു? ഇതുവരെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും, ഒരൊറ്റ ദൈവം അല്ലെ, ആ ഒരു വിശ്വാസം മതി. അതേപോലെ അന്ധവിശ്വാസങ്ങൾ ഉണ്ട് അല്ലെ, അതിനെതിരെയും, അതുപോലെ അർത്ഥശൂന്യമായ പല ചടങ്ങുകളിൽ ഇന്നും ഉണ്ട് അല്ലെ. പല നമ്മുടെ സമൂഹത്തിൽ പല ആവശ്യമില്ലാത്ത ചടങ്ങുകളുണ്ട് അല്ലെ. ആ ചടങ്ങുകൾക്കൊക്കെ എന്ത് ചെയ്യണേ? ആത്മവിദ്യാസംഘം സംഘടിപ്പിച്ചത്. അതേപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് കേട്ടോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വം അല്ലെ, പുരുഷന്മാർക്ക് മാത്രം മതിയോ മേധാവിത്വം? പോരാ, സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ആര്? വാഗ്ബടാനന്ദൻ. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ അവിടെ വാഗ്ബടാനന്ദനെ കുറിച്ച് പറയുന്നുണ്ട്. മലബാറിൽ അല്ലെ, മലബാർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മലബാറിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആര്? വാഗ്ബടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അർത്ഥശൂന്യമായ ചടങ്ങുകൾക്കെതിരെയും ഒക്കെ കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ആത്മവിദ്യാസംഘം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ സമത്വത്തിനും വേണ്ടി, സ്ത്രീ പുരുഷ സമത്വത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് വാഗ്ബടാനന്ദൻ. ഓക്കെയാണോ? ഇനി ഇതൊന്ന് ഫില്ല് ചെയ്തേ. പരിഷ്കർത്താക്കൾ പ്രസ്ഥാനം ഒക്കെ തന്നിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം നമ്മൾ പഠിച്ചതാണ്. ചട്ടമ്പി സ്വാമികൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള കാര്യമാണ്. ചട്ടമ്പി സ്വാമികളുടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ചട്ടമ്പി സ്വാമികളുടെ ഏതൊക്കെയാണ്? ഒന്ന് വേദാധികാര നിരൂപണം അല്ലെ. വേദാധികാര നിരൂപണം പഠിച്ചത് ഓർമ്മയുണ്ടോ? റിവിഷൻ ചെയ്യണം കേട്ടോ. റിവിഷൻ ആണ് വെരി ഇമ്പോർട്ടന്റ്. വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അല്ലെ. പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം അല്ലെ. ആത്മോപദേശ ശതകം. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ദർശനമാല അല്ലെ. ദർശനമാല. പിന്നെ ഏതാ? ദൈവദശകം. ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. നെക്സ്റ്റ് വൺ അയ്യങ്കാളിയുടേത് ഏതാ പഠിച്ചത്? സാധുജന പരിപാലന സംഘം അല്ലെ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്, പഠിച്ചു. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഏതൊക്കെയാണ് പഠിച്ചത്? മുസ്ലിം പഠിച്ചു അല്ലെ. മുസ്ലിം പഠിച്ചു. അൽ ഇസ്ലാം പഠിച്ചു അല്ലെ. അതാണ് നമ്മൾ ഈ ലെസൺസ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ എന്താണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റെയും വാഗ്ബടാനന്ദന്റെ നമ്മൾ ഇപ്പൊ പഠിച്ചു അല്ലെ. എന്താണ്? ആത്മവിദ്യാസംഘം അല്ലെ. ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ബടാനന്ദന്റേതാണ് അല്ലെ. പൊയ്കയിൽ അപ്പച്ചന്റെ എന്താണ് പഠിച്ചത്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോലോ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അത് എപ്പോഴും ഓർമ്മ കിട്ടും കേട്ടോ. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ നമ്മൾ പഠിച്ചു. വേദാധികാര നിരൂപണം പ്രാചീന മലയാളം, ഗുരുവിന്റെ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് മുസ്ലിം അൽ ഇസ്ലാം എന്നൊക്കെ അല്ലെ. പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ അത് നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്യാം. വാഗ്ബടാനന്ദന്റെ ആത്മവിദ്യാസംഘം. വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം അല്ലെ. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ, സമത്വ സമാജം. ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കൂ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ
പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഇത് ചാന്നാർ ലഹള അല്ലെ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമരങ്ങളിൽ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ അല്ലെ. മാറുമറയ്ക്കൽ സമരം അല്ലെ. വൈകുണ്ഠ സ്വാമികളാണ് ആദ്യകാല, അതായത് 1829 സംതിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ചാന്നാർ ലഹളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 1859 സമയത്താണ് നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്ത് ചെയ്യുന്നത് എന്നറിയോ? ഇത് പ്രീവിയസ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിൽ ആഡ് ചെയ്തത്. 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്ത് ചെയ്യുന്നത്? മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത് കേട്ടോ. അനുവാദം കൊടുക്കണം അല്ലെ. ഫസ്റ്റ് നേതൃത്വം കൊടുത്തത്, അതായത് മേൽമുണ്ട് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഫസ്റ്റ് വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ അതൊക്കെ നവോത്ഥാന നായകന്മാരാണ് അല്ലെ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു അല്ലെ. ആ സമയത്ത് ഉത്രം തിരുനാൾ 1859 കാലത്ത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്താണ് മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വൈകുണ്ഠസ്വാമികളെയും ചോദിക്കാറുണ്ട്. തോൽവിറക് സമരം നടന്നത് എവിടെയാണ്? തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ ചീമേനികൾ, അതായത് ഇതൊക്കെ സ്ത്രീകൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് കേട്ടോ. ഇതൊക്കെ സ്ത്രീകൾ മാത്രമാണ് ഇതിന് മുൻതൂക്കം കൊടുത്തത് കേട്ടോ. കാർത്യായനി അമ്മ അല്ലെ. തോൽവിറക് സമരം ആരാണ്? കാർത്യായനി അമ്മ. അത് അതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ എടുത്ത് പറയുകയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തോൽവിറക് സമരം കാർത്യായനി അമ്മ, കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. മേച്ചിൽപ്പുൽ സമരം എവിടെയായിരുന്നു? കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിലാണ്. നേതൃത്വം കണ്ടകൈ കുഞ്ഞക്കമ്മ. ഈ തോൽവിറക് സമരവും മേച്ചിൽപ്പുൽ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് സ്ത്രീകളാണ്. തോൽവിറക് സമരം കാസർഗോഡ് ജില്ല. തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനി, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ചീമേനി കേട്ടോ. ചീമേനിയാണ് നേതൃത്വം കൊടുത്തത് കാർത്യായനി അമ്മയാണ് കേട്ടോ. കാർത്യായനി അമ്മ. ഓക്കെ. ഇനി മേച്ചിൽപ്പുല്ല് സമരം കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. ഇനി നമ്പൂതിരി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ് VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഇതൊരു നാടകമായിരുന്നു, അതും ചോദിച്ചതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. VT ഭട്ടതിരിപ്പാടിന്റെ. VT ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അത് 2 ക്വസ്റ്റ്യൻ. ഇനി വീണ്ടും വേർതിരിച്ച് ചോദിച്ചു, VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? സാഹിത്യമാണോ, എന്താണ്, അതായത് നാടകമാണോ, അതൊരു നോവലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊരു ആത്മകഥയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു നാടകമാണ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി പ്രേംജിയുടേതാണ് ഘൃതുമതി എന്ന നാടകം. VT ഭട്ടതിരിപ്പാടിന്റെ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. പ്രേംജിയുടെ നാടകമാണ് ഋതുമതി. നമ്പൂതിരി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച വനിതകളാണ് ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. നമ്പൂതിരി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ്. സ്ത്രീകൾ ഏതൊക്കെയാണ്? ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. ഒക്കെയാണോടാ. ഇനി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് ചാന്നാർ ലഹള. 1829 ഫസ്റ്റ് ഒന്നാം ചാന്നാർ ലഹളയൊക്കെ നടക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് വൈകുണ്ഠസ്വാമികളാണ്. അങ്ങനെ 29 കാലഘട്ടം കഴിഞ്ഞു. 39, 49, 59 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞു. 59 കാലഘട്ടത്തിലാണ് 1859 കാലഘട്ടത്തിലാണ് സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം കൊടുത്തത്. അത് വിളംബരം പുറപ്പെടുവിച്ചത്, അനുവാദം കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതവിടെ മനസ്സിലാക്കണം. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. സ്ത്രീകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിന്റെ നേതാവ് കാർത്യായനി അമ്മയായിരുന്നു. നേതാവ് അല്ല അല്ലെ, നേത്രി എന്ന് പറയല്ലേ. നമ്മൾ മലയാളത്തിലെ പര്യായങ്ങൾ പഠിക്കുന്ന നേതാവ്, നേത്രി അല്ലെ. മേച്ചിൽപ്പുൽ സമരം കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിലാണ് നേതൃത്വം കൊടുത്തത് കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ് VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും. VT ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകമാണ്
അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. പ്രേംജിയുടെ പ്രശസ്തമായ നാടകമാണ് ഋതുമതി. നമ്പൂതിരി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ, സ്ത്രീ മഹത്വങ്ങളിലെ ആരാണ്? ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. ഇനി കേരളത്തില് കുറെ മിഷനറി സംഘടനകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. 3 മിഷനറി സംഘടനകളാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പൊ ഇവർ പ്രവർത്തിച്ചത് ഏതൊക്കെ ഭാഗത്താണ് എന്നുള്ളത് നമ്മുടെ SCERT കൊടുത്തിട്ടില്ല. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? തിരുവിതാംകൂറിലായിരുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ്, പഠിക്കണേ. തിരുവിതാംകൂറിലാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം നടന്നത്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിട്ടായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തനം മലബാറിലായിരുന്നു. മലബാർ, കണ്ടോ? ബായും. അപ്പോ മലബാർ. മനസ്സിലായോ? കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ ഉണർവ് സൃഷ്ടിച്ച പരിഷ്കർത്താക്കളാണ് സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സന ഉള്ള സയ്യിദ് മക്തി തങ്ങൾ. നമ്മൾ മക്തി തങ്ങൾ പഠിക്കില്ലേ? അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരാണ് സന ഉള്ള സയ്യിദ് മക്തി തങ്ങൾ. ഓക്കെ ആണോ? അപ്പൊ നമ്മളിവിടെ കേരളത്തിലെ മിഷണറി സംഘടനകൾ പഠിച്ചു. 3 മിഷണറി സംഘടനകളാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഓക്കെ ആണോ? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം തിരുവിതാംകൂറിലാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിട്ട് നടന്നപ്പോൾ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തനം മലബാറിലാണ്. കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പുത്തൻ ഉണർവ് സൃഷ്ടിച്ച പരിഷ്കർത്താക്കളാണ് സഹോദരൻ അയ്യപ്പനും, പണ്ഡിറ്റ് KP കറുപ്പനും, സനാഉള്ള സയ്യിദ് മക്തി തങ്ങളും. ഒക്കെ പ്രവർത്തനം വലിയതായിരുന്നു. ഓക്കെയാണോ? ഇനി നോക്കാം. പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. അതായത് ഇതിവിടെ എടുത്തു പറയാൻ കാരണം, ഇപ്പൊ നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ കുറച്ച് പഠിച്ചു അല്ലേ? അപ്പൊ ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ കേരളത്തില് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മുടെ SCERT പറയുന്നുണ്ട്. അവരുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ മാറ്റങ്ങളാണ്: 1, പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. അവരതിനു വേണ്ടിയിട്ടല്ലേ പ്രവർത്തിച്ച, പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് എന്ത് ചെയ്തു? അനുവദിക്കപ്പെട്ടു. തൊഴില്, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിയുടെ പേരിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ ഒക്കെ എന്ത് ചെയ്തു? ചോദ്യം ചെയ്യപ്പെടൽ നടന്നു അല്ലേ? പിന്നീട് അങ്ങോട്ട് നടക്കുവോ? ഇല്ല. കാരണം ഇവരുടെ ശക്തമായ പ്രവർത്തനമാണ് അല്ലേ? വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണ് അല്ലേ എന്ന് തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇതൊക്കെ നമ്മുടെ കേരള നവോത്ഥാന നായകർ കൊണ്ടുവന്ന പ്രവർത്തന ഫലമായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങളാണ് അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു അല്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള ഇല്ലേ? അവർ ആ മാറ് മറയ്ക്കാൻ വേണ്ടിയിട്ട് മാറില്ലേ മുറിച്ചിട്ടൊക്കെ നങ്ങേലിയൊക്കെ മുറിച്ചിട്ട് രക്തസാക്ഷിത്വം വരിച്ച വ്യക്തികളാണ്. ഇന്ന് സമൂഹത്തിൽ മക്കളോട് എങ്ങനെയാണ് ഇവിടെ വന്നത് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഇന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സമൂഹത്തിൽ കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങൾ ആലോചിക്കുമ്പോൾ, നമ്മളൊക്കെ ഹിസ്റ്ററിയൊക്കെ വായിച്ചു പഠിക്കുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ എത്രമാത്രം അഭിമാനിക്കണം അല്ലേ? അവരുടെ ഒക്കെ എന്താ പറയുക, നമ്മളൊക്കെ കാലുതൊട്ട് തൊഴുത് വഴങ്ങണം അല്ലേ? വണങ്ങി നമ്മളവരെ ആദരിക്കണം. അവരൊക്കെ അതിനുവേണ്ടി എത്രമാത്രം പ്രവർത്തിച്ച വ്യക്തികളാണ്. ഇന്ന് നടക്കുന്ന കോലാഹലങ്ങളിലെ പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പൊ നമ്മള് നോക്കാം. ഇവിടെ നോക്കൂ, സമത്വ സമാജം. ഇത് ചേരുമ്പടി ചേർക്കാൻ തന്നിട്ട് ബാക്കിൽ തരുമല്ലോ, പ്രവർത്തനങ്ങൾ തരുമല്ലോ. ഇതൊന്ന് നമുക്ക് ഫില്ല് ചെയ്താലോ? സമത്വ സമാജം ആരുടേതാണ്? സമത്വ സമാജം ചെയ്യണം കേട്ടോ. പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണേ. സമത്വ സമാജം
വൈകുണ്ഠസ്വാമികളാണ് അല്ലേ? ഒന്നാമത്തെ വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP അല്ലേ? SNDP ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്. കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി. എവിടെയാണ് ഇതിന്റെ പ്രവർത്തനം? കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? താഴെ കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ അത്ര പറഞ്ഞു തന്നിട്ടുണ്ട്. കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നേരത്തെ പൊയ്കൽ കുമാര ഗുരുദേവന്റെ സംഘടന പഠിച്ചു, അതൊന്ന് താഴെ കമന്റ് ചെയ്യണം. മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാതെ പോകരുത് കേട്ടോ. എത്ര റിസ്ക് എടുത്തിട്ടാണ്, നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെയല്ലേ ഞാൻ ഇത്രയും ക്ലാസ് എടുത്ത് റിസ്ക് ചെയ്യുന്നത്. ഈ ക്ലാസ് കണ്ട് പഠിച്ചിട്ട് താഴെ 1 മിനിറ്റ് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാൻ, കാരണം നമുക്ക് അതിലറിയാം ആ സ്നേഹത്തിന്റെ എന്താണ് നമ്മളോടുള്ള തിരിച്ച് റെസ്പോൺസ് എന്നുള്ളത് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കാം. ഓക്കെ, അപ്പം ഞാൻ മക്കളെ, നമ്മൾ ഇപ്പോൾ ഈ ഓർഡറിൽ ഞാൻ ക്ലാസ് തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം വർക്കൗട്ട് ചെയ്യണം. ഞാൻ ചെയ്തു തരും. ഓക്കെ, അപ്പൊ ആഴ്ചയിൽ പരമാവധി ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത്. അപ്പോൾ തിങ്കൾ മുതൽ വ്യാഴം വരെ ക്ലാസ് വന്നിട്ട് വെള്ളിയും ശനിയും 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അതോ ഒന്ന് താഴെ കമന്റ് ചെയ്യുമോ? മൺഡേ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് സാറ്റർഡേ വരെ, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്താ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യും. എനിക്കൊരു കൺഫ്യൂഷൻ. മൺഡേ ടു തേഴ്സ്ഡേ കേരള ഹിസ്റ്ററി ഇങ്ങനെ നമ്മൾ SARTയും പ്രീവിയസ് ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. എന്നിട്ട് ഫ്രൈഡേയും സാറ്റർഡേയും ഒരു LGS നിലവാരത്തിൽ നടന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് സൺഡേ എക്സാം. ഓക്കെ, അപ്പൊ ഇത് മതിയോ? അതോ മൺഡേ മുതൽ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഹിസ്റ്ററി എടുത്തിട്ട് ശനിയാഴ്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് മസ്റ്റ് ആണ് കേട്ടോ, അത് വിട്ട് കളിയില്ല. 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്താൽ അത്രയും ഗുണമാണ്. എന്താ വേണ്ടതെന്നൊന്ന് താഴെ കമന്റ്. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ട് താഴെ പരമാവധി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളൊരു പെയ്ഡ് ക്ലാസ്സിൽ എടുത്താൽ പോലും നിങ്ങൾക്ക് SCRT ലെസൺ ഇങ്ങനെ ഇത്രയും നോട്ട് വൃത്തിയായിട്ട് കിട്ടാറുണ്ടോ? കിട്ടാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഞാൻ വൃത്തിക്ക് നീറ്റായിട്ട് ക്ലാസ്സുകൾ എടുത്തു തരും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.